നമുക്കിന്ന് 10 മിനിറ്റിലൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ. ഒരു 4-5 പീസ് ബ്രെഡും കുറച്ച് മല്ലിയിലയും കുറച്ച് മൈദപ്പൊടിയോ കടലമാവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഇതാ ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മല്ലിയില. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മല്ലിയില എടുത്താൽ മതി, ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർക്കാം. പിന്നെ ചെറിയ സവോള ആയതുകൊണ്ട് ഞാൻ 2 സവോള എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമുള്ള സവോള ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലിയ സവോള ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. എരിവിനായിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് നല്ല എരിവാണ്. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ 2 എണ്ണം എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് മുളക് വേണ്ട. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. ഒരു 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വരുമ്പോൾ ആവശ്യമാണെങ്കിൽ കൂടുതൽ പൊടി ചേർക്കുക. മൈദപ്പൊടി, ഗോതമ്പ് പൊടി, കടലമാവ്, ഇതിലേതെങ്കിലും ഒരു പൊടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ചേർക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു ദിവസം പഴക്കമുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ, പുതിയ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കരുത്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോള നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ ഒരു സ്നാക്കിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ചേർക്കാം. ബ്രെഡിൻ്റെ നനവനുസരിച്ച് മാത്രം നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ആദ്യമേ ചേർക്കരുത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അയമോദകം. അയമോദകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ വലിയ ജീരകം, നമ്മുടെ പെരുംജീരകം ചേർക്കുക. അയമോദകമാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് കായപ്പൊടി. പിന്നെ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട്. പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി വേണ്ട. ഇനി ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ആ സവോളയിലെ നനവൊക്കെ കൊണ്ട് ഒന്ന് മിക്സ് ആയി വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ. ആദ്യമേ മൈദപ്പൊടി ചേർക്കണ്ട. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിങ് ഒരുവിധം ആയി കഴിയുമ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തു വച്ചിരുന്നതിൻ്റെ ഒരു പകുതി പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കാം. മൈദപ്പൊടി കൂടിപ്പോരുത്, നമ്മുടെ ബ്രെഡ് ക്രംസ് ആയിരിക്കണം അളവിൽ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ബ്രെഡും മൈദപ്പൊടിയും എല്ലാം ചേർന്ന മിക്സ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാകം നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കണം കേട്ടോ. ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്നൊരു പാകമായിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കൈ നനച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഒരു 5-6 എണ്ണം ഇട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മളൊന്ന് കൈ കഴുകിയിട്ട് വന്നിട്ട് വീണ്ടും എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക, ഇല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ഒന്ന് കൈ കഴുകിയിട്ട് നമുക്ക് ഈ ഒരു മാവ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഷേപ്പ് ചെയ്തിടുന്നു എന്നേ ഉള്ളൂ. വെറുതെ ചെറിയ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാൻ എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. കൈ ഇടയ്ക്ക് നനയ്ക്കാൻ മറന്നു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം എപ്പോഴും കുറച്ചും വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ബ്രെഡാണ്, കരിഞ്ഞു പോവും. ഒരുപാട് എണ്ണ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു 8 എണ്ണം 9 എണ്ണമൊക്കെ ഒരു ഇത്രയും ക്വാണ്ടിറ്റി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, തിക്കായി പോവും. എല്ലാത്തിൻ്റെ ഇൻസൈഡൊക്കെ കുക്കായി വരണ്ടേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരത്തി ഇടുന്നത് കേട്ടോ. എല്ലാ സ്നാക്കിൻ്റെയും ഇൻസൈഡ് പെർഫെക്റ്റായിട്ട് കുക്കാവാനാണ് പരത്തി ഇടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഉരുട്ടി ഇടുകയാണെങ്കിൽ കുക്കാവാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ വേഗം തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഉള്ളിവടയൊക്കെ പോലെ നമുക്ക് തോന്നുള്ളൂ, പക്ഷെ ആ ബ്രെഡിൻ്റെ ഒരു ചെറിയ മധുരവും ഒക്കെ കൂടി ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പിന്നെ അയമോദകം കടിക്കുമ്പോൾ അയമോദകത്തിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ
ഇട്ടിട്ട് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി മറിച്ച് കൊടുക്കാം. എല്ലാവർക്കും കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ ഈസി ആയിട്ടുള്ള സ്നാക്കല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെട്ടെന്ന് വീട്ടിലുള്ള ഒരു 4-5 സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്, എല്ലാം ചേർത്തിട്ട് ഇതുപോലൊരു സ്നാക്ക് റെഡിയാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്യാവശ്യം ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 4 മണി പലഹാരങ്ങളിൽ പെട്ട ഒരു ഈസി സ്നാക്ക്. അപ്പോൾ ഇതാ നമ്മുടെ 1-2 സ്നാക്കൊക്കെ ആദ്യം ഇട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ബ്രൗൺ ആയാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ബാച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി സ്നാക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.